മരണം വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിൻ്റെ ഏറ്റവും മെയിൻ കാരണം ഇതിൻ്റെ അപ്പുറത്തേക്ക്, മരണത്തിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഇന്ന് ഞാൻ കണ്ട സിനിമ മരണത്തെക്കുറിച്ചിട്ടല്ല പറയുന്നത്, പക്ഷേ മരണത്തെ അതിജീവിക്കാനുള്ള ഒരു കണ്ടുപിടുത്തം. ഈ ഒരു സിനിമയുടെ ഒരു കഥ നടക്കുന്നത് ഒരു ഡിസ്റ്റൻറ്റ് ഫ്യൂച്ചറിലാണ്. 2164 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിൽ ആ സൊസൈറ്റിയിൽ ചില വ്യത്യാസങ്ങളുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. എന്താ പറയുക, ആ ഒരു ഇൻട്രസ്റ്റിംഗ് ഫീച്ചറാണ്. എന്താ പറയുക, മരണത്തെ അതിജീവിക്കാനുള്ള ജനറ്റിക് എഞ്ചിനീയറിങ് മനുഷ്യൻ കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ എന്താണെന്നുള്ളത് പറയുന്നില്ല. ഒരു തരം ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ലോകത്ത്, ആ ഒരു സൊസൈറ്റിയിൽ പണമല്ല മുഖ്യം, സമയമാണ് മുഖ്യം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തിയും തൻ്റെ 25ാമത്തെ വയസ്സിൽ അവിടെ വെച്ചിട്ട് തൻ്റെ പ്രായം നിൽക്കുകയാണ്. ഒരു വ്യക്തി ജനിക്കുമ്പോൾ അവരുടെ കയ്യുമ്മ ഒരു ഡിജിറ്റൽ ക്ലോക്ക് ഉണ്ടാവും. അത് 0 ആയിരിക്കും. പക്ഷേ 25ാമത്തെ വയസ്സിൽ അത് ഒരു വർഷം ആഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കറങ്ങി തുടങ്ങും. അതായത് ഒരു വർഷത്തിനുള്ളിൽ കക്ഷി എന്തെങ്കിലും ജോലിയൊക്കെ കണ്ടുപിടിച്ച് സമയം വാങ്ങിക്കുക. അവിടെ കറൻസിക്കല്ല വാല്യൂ, സമയത്തിനാണ് വാല്യൂ. നിങ്ങൾ പണിക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻ്റ് ആയിട്ട് തരുന്നത് സമയമാണ്. കറൻസിക്ക് ഒരു വാല്യൂം ഇല്ല ലോകത്ത്. അവിടെയാണ് നമ്മുടെ നായകൻ സിൽ വാലിസ് ജീവിക്കുന്നത്. നമ്മുടെ ജസ്റ്റിൻ ടിംബർലേക്കാണ് നായകനായിട്ട് ഇതിൽ അഭിനയിക്കുന്നത്. ജസ്റ്റിൻ ടിംബർലേക്ക് അറിയാത്തവരായിട്ട് ഉണ്ടാകുന്ന ഒരു വളരെ ചുരുക്കം പേരായിരിക്കും. ഒരു പോപ്പ് ഗായകനാണ് കക്ഷി. അത്യാവശ്യം നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒരു റിട്ടയർഡ് ലൈഫിലാണ് കക്ഷി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യത്തിനൊന്നും ഏജ് ഓവർ ആയിട്ടുണ്ട്, വാട്ടെവർ, അതൊന്നും നമുക്ക് ബാധിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ ഒരു സിനിമയുടെ തീം ഇൻ ടൈം. നൗ കമ്മിങ് ബാക്ക് ടു ദ സ്റ്റോറി, ഈ നായകന് ഒരു 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 വ്യക്തിയുമായിട്ട് അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടലാണ്. ആ വ്യക്തിക്ക് എന്താ പറയുക, ഒരു ഡിക്കേഡ് എന്നൊക്കെ പറയുമ്പോൾ ലക്ഷക്കണക്കിന് വർഷങ്ങൾ സമയമുണ്ട് കക്ഷിക്ക്. പക്ഷെ കക്ഷിക്ക് ജീവിതം മടുത്തു. ലൈക്ക് എത്ര കാലമായി ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു, തനിക്ക് മരിക്കണമെന്നൊരു ആഗ്രഹം തോന്നാണ്. സോ കക്ഷിയുടെ സമയം വിൽ സാലിസിന് കൊടുക്കുകയാണ്. വിൽ സാലിസിൻ്റെ അനുമതിയില്ലാതെ, അറിവില്ലാതെ വിൽ സാലിസിന് കൈമാറുകയാണ്. ഒരു രംഗം ഇതിൽ കാണിക്കുന്നുണ്ട്, ഒരു ബാർ ഫൈറ്റും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. വിൽ സാലിസിന് ആകെ ഞെട്ടലാവുകയാണ്, ഇത്രയധികം സമയം കിട്ടി, ഇനി എന്ത് ചെയ്യും. പക്ഷേ ഇതിനോടൊപ്പം തന്നെ വിൽ സാലിസിന് കുറച്ച് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന്. അതായത് ഓരോ സ്റ്റേറ്റുകളും ഓരോ ഹോറിസോൺ അല്ലെങ്കിൽ ഒരു ടൈം സോൺ ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത് ഈ ഒരു സൊസൈറ്റിയിൽ. ലൈക്ക് ടോപ്പ് ഹൈറാർക്കിയിൽ ജീവിക്കുന്നവർ ഭയങ്കര എലീറ്റായിട്ട് ജീവിക്കുന്നവരാണ്. ഭയങ്കര ഇഷ്ടം പോലെ സമയം അവർക്കുണ്ട്. അവർ ഇമ്മോർട്ടൽ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്കധികം സമയം അവരുടെ കയ്യിലുണ്ട്. പിന്നെ ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് ജീവിക്കുന്നവർ, അവർക്ക് കഷ്ടിച്ച് 1-2 മണിക്കൂർ മാത്രമേ അവരുടെ കൈവശം എപ്പോഴും ഉണ്ടാകത്തുള്ളൂ. കാരണം അത്രയും പോവർട്ടിയിലാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് എന്താ പറയുക, ആക്ച്വലി ഇമ്മോർട്ടൽസിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു പണിക്കാർ എന്നൊക്കെ പറയാം. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒന്ന് ഊഹം, ഒരു കുറച്ച് രൂപം കിട്ടും ഞാൻ പറയുന്നതിനേക്കാളും കൂടുതൽ. സോ ആ ഒരു സത്യം വിൽ സാലിസ് മനസ്സിലാക്കുകയാണ്. പക്ഷേ കക്ഷി അതിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഉത്തേജകമായിട്ട് എടുക്കാനൊന്നും തയ്യാറാവുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും, ആയിക്കോട്ടെ. പക്ഷേ കക്ഷിയുടെ അമ്മ ഇത്തിരി സെക്കൻഡ്സിൻ്റെ വ്യത്യാസത്തിൽ നായകന് മുന്നിൽ നിന്ന് മരിക്കുകയാണ്. അതോടുകൂടി വിൽ സാലിസിന് എന്താ പറയുക, ദേഷ്യം, ഈ സൊസൈറ്റി, ആ സിസ്റ്റം, ആ ഹൈറാർക്കി സിസ്റ്റത്തോട് ഭയങ്കര അടങ്ങാത്ത ദേഷ്യം വരെയാണ്. അങ്ങനെ കക്ഷി ഇറങ്ങി പുറപ്പെടാണ്. ഈ ഒരു ഹൈറാർക്കി തീരെ ശരിയല്ല. ടോപ്പ് ഹൈറാർക്കി ഇരിക്കുന്നവർക്ക് ഇഷ്ടം പോലെ ജീവിക്കുകയും താഴത്ത് ജീവിക്കുന്നവർക്ക് എന്താ പറയുക, വളരെ ചുരുക്കം സമയം കൊണ്ട് ജീവിക്കുകയും അല്ലെങ്കിൽ മരണത്തെ പേടിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത് തീരെ ശരിയല്ല. അതൊരു ഈക്വാലിറ്റി അല്ല. ആക്ച്വലി ആ ഒരു സൊസൈറ്റിയിൽ എല്ലാവർക്കും ഇമ്മോർട്ടലായിട്ട് ജീവിക്കാൻ മാത്രമുള്ള സമയമുണ്ട്. അതിന് മാത്രം സമയം ഈ ഒരു സൊസൈറ്റിയിലെ ബാങ്ക് വോൾട്ടുകളിലും മറ്റ് സ്ഥലങ്ങളിലും ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഈ പണക്കാർ അല്ലെങ്കിൽ ഈ സമയക്കാർ എടുത്തു വച്ചിട്ടുണ്ട്. സോ അതൊന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും പേടി കൂടാതെ ജീവിക്കാനും പണിയെടുക്കാനും സാധിക്കും.
സോ സിൽവാരിയസ് തൻ്റെ ഗേൾ ഫ്രണ്ടിനെ പരിചയപ്പെടുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട്. ആ ടോപ്പ് ഹയറാർക്കിക്ക് പോയിട്ട് ചില വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടുകയും ഇവൻ്റെ പിന്നാലെ പോലീസ് എന്നോളം ടൈം കീപ്പേഴ്സ് ചെല്ലുന്നതും ഫൈറ്റ് ചേസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും സീനുകളും ഈ സിനിമയിലുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ എക്സിക്യൂഷനായിരുന്നു. ഇത് സിനിമ കഥ ഇത് എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും പ്രൊഡ്യൂസ് ചെയ്തതും ഒരേ വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ സിനിമയുടെ ഒരു DNA ഭയങ്കര പ്രൊഫഷൻ്റായിട്ട് തോന്നിയത്. അടിപൊളി. നമ്മുടെ ഹങ്കർ ഗെയിംസ് സിനിമയൊക്കെ കാണുന്ന പോലെ തന്നെ ഒരു ഹൈറാർക്കി സിസ്റ്റം അത് ഈ ഒരു സിനിമയുടെ അടുത്ത് കാണിക്കുന്നുണ്ട്. അടിപൊളി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു തീം ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടാവും. ഒരു സയൻസ് ഫിക്ഷൻ കഥ ആണല്ലോ ഞാൻ പറഞ്ഞത്. കാണാൻ തപ്പാൻ പോകുന്നു വേണ്ട. ഇത് ഡിസ്നി ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോഴും പ്ലേ ചെയ്യുന്നുണ്ട്. 2011 ഈ സിനിമ റിലീസ് ചെയ്തത്. ഞാൻ ആ സമയത്ത് കണ്ടത് 2012 13 HBO സ്റ്റാർ മ്യൂസിക്കിലോ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് കണ്ടത്. വീണ്ടും ഞാൻ ജിയോ ഹോട്ട്സ്റ്റാറിൽ ചുമ്മാ ഒന്ന് ഷഫിൾ ചെയ്തപ്പോൾ വീണ്ടും കാണാനിടയായി. അങ്ങനെ ഇഷ്ടം തോന്നിയതുകൊണ്ട് വീണ്ടും തുടക്കം മുതൽ അവസാനം ഒരു വീണ്ടും കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു സിനിമ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ ഇത്രയും പാടുപെട്ട് ഇങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്ത് വന്നത്. താല്പര്യം ഉണ്ടെങ്കിൽ കാണാം. ജസ്റ്റിൻ ടിംബർലേക്ക് ആൻഡ് ഹാറ്റ്സ് ഓഫ് ടു ദ പ്രൊഡ്യൂസർ, ഡയറക്ടർ ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ. അതെല്ലാം ഒരാൾ തന്നെയാണല്ലോ. ഒരു വിഷൻ ആളെങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളത്. ഇതിനൊക്കെ എന്താ പറയുക, നമ്മുടെ ട്രോൺ സിനിമ എന്നൊക്കെ സിനിമയുടെ പോലെ ഒരു എവർഗ്രീൻ സിനിമ എപ്പോഴും ആയിരിക്കും. കാരണം നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് അതിന് ഫീൽ ചെയ്യുക ലൈക്ക് ഒരു കാലപ്പഴക്കം ഈ ഒരു സിനിമയ്ക്ക് കഥയ്ക്ക് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. സോ ഗൈസ് മറക്കണ്ട, ജിയോ ഹോട്ട്സ്റ്റാർ. സിനിമയുടെ പേരാണ് ഇൻ ടൈം. നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം ജസ്റ്റിൻ ടിംബർലേക്ക്. അപ്പോൾ അടുത്ത മൂവി റിവ്യൂമായിട്ട് വരാം. അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ഇപ്പോഴത്തെ ബോക്സ് ഓഫീസിൽ നമ്മുടെ മോളിവുഡ് ബോക്സ് ഓഫീസിൽ ഹിറ്റായിക്കൊണ്ട് നടക്കുന്ന തുടരും എന്ന സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെയും നന്ദി, വണക്കം.